Mulapalli Ramachandra ji, Ramesh Chennithala ji, K.C. Venugopal ji, candidates Ramesh Chennithala ji, Athira Babu ji, Indian National Congress, UDF leaders on the dais, Congress workers, brothers and sisters, I'd like to welcome all of you here today. Sri Tariq Anwar ji, നേതാക്കൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും മറ്റ് ജനാധിപത്യ വിശ്വാസികളുടെയും അണികളെ സഹപ്രവർത്തകരെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. This stage is a good example of what the UDF and the Congress Party has done in ticket distribution. ഈ ഒരു വേദി ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ സീറ്റ് വിതരണത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി നടത്തിയ മാതൃകയുടെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ്. On one side, we have a 27-year-old young lady who is taking her first steps in the assembly election. ഒരു ഭാഗത്ത് രാഷ്ട്രീയത്തിൽ ആദ്യ ചുവടുവെപ്പുകൾ വെക്കുന്ന 27 വയസ്സുള്ള ഒരു പെൺകുട്ടി ഈ വേദിയിലിരിക്കുന്നു. She is the youngest candidate on our list. നമ്മുടെ ലിസ്റ്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് ഈ പെൺകുട്ടി. And as you can imagine, she would have a completely new and different vision for Kerala and the Vidhan Sabha. നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത് പോലെ ഈ പെൺകുട്ടിക്ക് കേരളത്തിന്റെ നിയമസഭയെക്കുറിച്ച് തീർത്തും നവീനമായ ഒരു പുതിയ കാഴ്ചപ്പാടാണുള്ളത്. As she herself said, she comes from an agricultural background. ആ പെൺകുട്ടി തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു കർഷക പാരമ്പര്യത്തിൽ നിന്നാണ് അവൾ കടന്നു വന്നത്. And I am confident you are going to put her into the Vidhan Sabha. എനിക്ക് ഉറപ്പുണ്ട് അവൾ ഈ പെൺകുട്ടി കേരളത്തിന്റെ നിയമസഭയിലേക്ക് കടന്നു വരാൻ പോകുന്നു. And she will serve you in a different way with a different experience for quite a long time. നമ്മുടെ സഹോദരിയായ ഒരു പെൺകുട്ടി പുതിയ കാഴ്ചപ്പാടോടെ പുതിയ അനുഭവത്തോടെ നമ്മളെ ദീർഘകാലം നയിക്കാൻ പോവുകയാണ്. So in a sense she is an investment for the Congress Party, she is an investment for the people here, and she is an investment for the entire youth of Kerala. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും കേരളത്തിലെ ചെറുപ്പക്കാർക്കും ഭാവിയിലേക്കുള്ള നിക്ഷേപമാണ് ഈ പെൺകുട്ടി. And then on the other side we have the experience of Mr. Chennithala. ഈ വേദിയുടെ മറുഭാഗത്ത് ശ്രീ രമേശ് ചെന്നിത്തലയുടെ അനുഭവ സമ്പത്താണുള്ളത്. Years and years of experience വർഷങ്ങളോളം നീണ്ട അനുഭവ സമ്പത്ത് and service to the Congress Party. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ദീർഘകാലം സേവിച്ച പാരമ്പര്യം. And both experience and youth feed on each other and help each other. ഈ രണ്ട് അനുഭവങ്ങൾ ഒരു ഭാഗത്ത് യുവത്വത്തിന്റെയും മറുഭാഗത്ത് അനുഭവ സമ്പത്തിന്റെയുമായ ഈ രണ്ട് കാര്യങ്ങളും പരസ്പര പൂരകങ്ങളായി നമ്മെ മുന്നോട്ട് നയിക്കും. They balance each other. ഇവ പരസ്പരം ബാലൻസ് ചെയ്യും, പരസ്പരം സന്തുലിതമായി മുന്നോട്ട് കൊണ്ടുപോകും. She will say some new things and Chennithala ji will have experience to assess those things. ചെറുപ്പക്കാരിയായി പെൺകുട്ടി പുതിയ കാര്യങ്ങൾ പറയും. രമേശ് ചെന്നിത്തല അനുഭവ സമ്പന്നനായ ശ്രീ ചെന്നിത്തല അതിനെ നവീകരിക്കും, അതിന് വേണ്ട മാർഗനിർദ്ദേശം. And you will get a better result than if you had only youth or only experience. ഏതെങ്കിലും ഒന്ന് മാത്രമാണെങ്കിൽ, ഒരു യുവത്വം മാത്രമാണെങ്കിലോ അനുഭവ സമ്പത്ത് മാത്രമാണെങ്കിലോ കിട്ടുന്നതിനേക്കാൾ ഇത് തമ്മിൽ സമന്വയിപ്പിച്ചതോടെ കൂടുതൽ മികച്ച ഒരു ഫലമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. And that overall is the philosophy of the Congress Party. ഇതിന്റെ രണ്ടിന്റെയും സമഗ്രതയാണ് കോൺഗ്രസ് പാർട്ടിയുടെ ആശയം. We are for bringing everybody together. കോൺഗ്രസ് പാർട്ടി ഏവരെയും അടുപ്പിച്ച് നിർത്തുന്നതിൽ ചേർത്ത് നിർത്തുന്നതാണ് കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രം. Bringing harmony to the situation. സാഹചര്യങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കുക, സമാധാനം സൃഷ്ടിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രം. And that is the problem
that India is facing today. ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും അതുതന്നെയാണ്. And in its own way, Kerala is facing. And in its own way, Kerala is facing. കേരളം അതിൻ്റെതായ മാർഗത്തിൽ അതിൻ്റെതായ രീതിയിൽ കേരളം വ്യത്യസ്തമാണ്. If you remember 7-8 years ago, 10 years ago, there was peace and tranquility in this country. 7 സംവത്സരങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്ത് സമാധാനവും ശാന്തിയും ഉണ്ടായിരുന്നു. People used to come and ask, how do you manage? ലോകത്താകമാനമുള്ള ജനത നമ്മളെക്കുറിച്ച് അത്ഭുതപ്പെട്ടിരുന്നു. അവർ ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് എങ്ങനെ ഇത് സാധ്യമാകുന്നു? How do you keep all these languages, all these religions, all these different ideas? How do you keep them all harmoniously working together in this country? വൈവിധ്യമാർന്ന ഭാഷകളെയും വൈവിധ്യമാർന്ന മതങ്ങളെയും വൈവിധ്യമാർന്ന ആശയങ്ങളെയും എങ്ങനെയാണ് ഇന്ത്യക്ക് ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്ന് ലോകം അത്ഭുതപ്പെട്ടു. Senators, ministers from the United States, from Europe used to come and ask this question. യൂറോപ്യൻ രാജ്യങ്ങളിലെയും അമേരിക്കയിലെയും ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥന്മാരും അവർ ഈ ചോദ്യങ്ങൾ ആവർത്തിച്ചിരുന്നു. But today they come with new questions. അവർ ഇന്ന് കടന്നു വരുന്നത് പുതിയൊരു ചോദ്യവുമായിട്ടാണ്. What has gone wrong with India? എന്താണ് ഇന്ത്യക്ക് സംഭവിച്ചത്? എവിടെയാണ് ഇന്ത്യക്ക് തെറ്റിയത്? How come India is so violent? എങ്ങനെയാണ് ഇന്ത്യ ഇത്രമാത്രം അക്രമാസക്തമായത്? How come Indian people are fighting with each other? എങ്ങനെയാണ് ഇന്ത്യൻ ജനതയ്ക്ക് ഇങ്ങനെ പരസ്പരം പോരടിക്കാൻ കഴിയുന്നത്? Why is there so much hatred in your country? എന്തുകൊണ്ടാണ് ഈ രാജ്യത്ത് ഇത്രമാത്രം വെറുപ്പ്? What is happening to democracy in your country? എന്താണ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിൽ സംഭവിക്കുന്നത്? These are the questions we have to answer. ഈ ചോദ്യങ്ങൾക്കാണ് നമുക്ക് മറുപടി നൽകുക. Most of the time we keep quiet, make some excuse. മിക്കവാറും സമയം നമ്മൾ നിശബ്ദത പാലിക്കും. ചിലപ്പോഴൊക്കെ ഒഴിവൊഴിവുകൾ പറയും. International organizations are saying India is not a democracy anymore. അന്താരാഷ്ട്ര സംഘടനകൾ പറയുന്നു ഇന്ന് ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമല്ല. I don't like it when some international organization comments on my country. ഒരു അന്താരാഷ്ട്ര ഏജൻസി എന്റെ രാജ്യത്തെക്കുറിച്ച് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതിൽ ഞാൻ വ്യക്തിപരമായി സന്തോഷവാനല്ല. But I cannot deny the truth. പക്ഷെ എനിക്ക് സത്യത്തെ നിഷേധിക്കാൻ കഴിയില്ല. I cannot deny the truth that India is no longer free. എനിക്ക് ആ സത്യത്തെ നിഷേധിക്കാൻ കഴിയില്ല. ഇന്ത്യ ഇന്ന് സ്വതന്ത്രമല്ല എന്ന കാര്യം എനിക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. I cannot deny the truth that Gauri Lankesh gets shot. എനിക്ക് നിഷേധിക്കാൻ സാധിക്കില്ല ഗൗരി ലങ്കേഷ് ഈ രാജ്യത്ത് വെടിയേറ്റ് മരിച്ചു എന്ന സത്യത്തെ. I cannot deny that people get beaten up because of their religious views. എനിക്ക് നിഷേധിക്കാൻ സാധിക്കില്ല അവരുടെ മതവിശ്വാസം കൊണ്ട് ഈ രാജ്യത്ത് ജനങ്ങൾ തല്ലിച്ചതയ്ക്കപ്പെടുന്നില്ല എന്ന് എനിക്ക് നിഷേധിക്കാൻ സാധിക്കില്ല. I cannot deny they get killed for their religious views. എനിക്ക് നിഷേധിക്കാൻ സാധിക്കുന്നില്ല ഈ രാജ്യത്തെ ജനത അവരുടെ മതവിശ്വാസത്തിന്റെ പേരിൽ കൊല്ലപ്പെടുന്നില്ല എന്ന് എനിക്ക് നിഷേധിക്കാൻ സാധിക്കില്ല. I cannot deny that women are scared of walking in the streets in this country. എനിക്ക് നിഷേധിക്കാൻ സാധിക്കുന്നില്ല വനിതകൾക്ക് സ്വതന്ത്രമായി ഈ രാജ്യത്ത് നടക്കാൻ സാധിക്കുന്നില്ല എന്ന സത്യത്തെ എനിക്ക് നിഷേധിക്കാൻ സാധിക്കില്ല. I can keep quiet when they say it, but I cannot deny it. എനിക്ക് അവരുടെ ഈ ചോദ്യങ്ങൾ ഉയരുമ്പോൾ നിശബ്ദത പാലിക്കാം. പക്ഷെ എനിക്കൊരിക്കലും ഈ സത്യങ്ങളെ നിഷേധിക്കാൻ സാധിക്കില്ല. The most important thing that any country can do for its people is give it jobs. ഒരു രാജ്യത്തെ ജനതയ്ക്ക് ആ രാജ്യത്തെ ഭരണകൂടത്തിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം തൊഴിലാണ്. What does a country mean if it can't give jobs to its youngsters? ഒരു രാജ്യത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു രാജ്യത്തിന് പിന്നെ എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? What is the point of having a country that can't give jobs to its youngsters? ഒരു രാജ്യം എന്ന നിലയിൽ ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ അസ്തിത്വം? It is a central theme for any country to give a vision and a future to its youth. ഒരു രാജ്യത്തെ യുവാക്കൾക്ക് ഭാവി ഉറപ്പുവരുത്തുക എന്നുള്ളതായിരിക്കണം ഒരു രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ തത്വശാസ്ത്രം. Today I went and addressed a college of young women. ഇന്നൊരു വനിതാ കോളേജിൽ അവിടുത്തെ സഹോദരിമാരെ ഞാൻ ഇന്ന് അവരോട് സംസാരിച്ചു. I was uncomfortable asking them whether they thought they could get a job. എനിക്ക് അവരോട് ചോദിക്കാൻ ഞാൻ അസ്വസ്ഥനായിരുന്നു. നിങ്ങൾക്ക് ജോലി ലഭിക്കുമോ എന്ന ചോദ്യം അവരോട് ചോദിക്കാൻ ഞാൻ അസ്വസ്ഥനായിരുന്നു. ഞാൻ നിരാശനായിരുന്നു. I didn't want to upset them. എനിക്ക് അവരെ നിരാശപ്പെടുത്താൻ താല്പര്യമുണ്ടായിരുന്നു. I didn't want them to realize that they had spent years and years and years studying, and now when they step into the world, there is not a job waiting for them. എനിക്ക് അവരോട് പറയാൻ മടിയായിരുന്നു, നിങ്ങൾ അനേക സംവത്സരങ്ങൾ പഠിച്ചുകൊണ്ടേയിരുന്നു, പക്ഷെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ തൊഴിലില്ല എന്ന യാഥാർത്ഥ്യം എനിക്ക് അവരോട് സംസാരിക്കാൻ മടിയായിരുന്നു. But that's the truth. I cannot deny it.
പക്ഷെ അതാണ് സത്യം, എനിക്കൊരിക്കലും നിഷേധിക്കാൻ സാധിക്കില്ല. And 10 years ago, 7 years ago, this was the fastest, one of the fastest performing economies in the world. 7 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 10 വർഷം മുമ്പ് ഈ രാജ്യം ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരുന്ന സമ്പദ് വ്യവസ്ഥയായിരുന്നു എന്നതായിരുന്നു യാഥാർത്ഥ്യം. You live in a state which excels in tourism. നിങ്ങൾ ജീവിക്കുന്നത് ടൂറിസം എന്നതിനെ ഒരു ജീവനോപാധിയാക്കിയ ടൂറിസം, ഏറ്റവും മികച്ച ടൂറിസം സൗകര്യങ്ങളുള്ള ഒരു സംസ്ഥാനത്താണ്. You understand that no tourist wants to go to a violent country, to an angry country. നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്തുള്ള ഒരു ടൂറിസ്റ്റും അക്രമാസക്തമായ ഒരു രാഷ്ട്രത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കില്ല. You understand that no tourist wants to go to a country where women are not safe. ലോകത്തെ ഒരു ടൂറിസ്റ്റും വനിതകൾ അരക്ഷിതമായ ഒരു രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കില്ല. So our biggest strength has been turned into our biggest weakness. നമ്മുടെ ഏറ്റവും വലിയ ശക്തി ഇന്ന് ഏറ്റവും വലിയ ദൗർബല്യമായി മാറിയിരിക്കുന്നു. Our affection for each other has suddenly turned into hatred. നമ്മുടെ പരസ്പരമുള്ള സ്നേഹം ഇന്ന് വെറുപ്പായി മാറിയിരിക്കുന്നു. Our unity has given way to division. നമ്മുടെ ഐക്യം ഇന്ന് വിഭജനത്തിന് വഴിയൊരുക്കിയിരിക്കുന്നു. Our compassion has given way to anger. നമ്മുടെ അനുകമ്പ ഇന്ന് ദേഷ്യത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു. And there is no way that any country can progress like this. ഇങ്ങനെ ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. What is an economy? എന്താണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭവിക്കുന്നത്? An economy is interaction between people. സാമ്പത്തിക രംഗം എന്നത് ജനങ്ങൾ തമ്മിലുള്ള ഇടപെടലാണ്. It is trade within people. It is trade among people. ഇത് ജനങ്ങൾക്കിടയിലുള്ള വ്യാപാരമാണ്. Hatred destroys the economy. വെറുപ്പ് സമ്പദ് വ്യവസ്ഥയെ നശിപ്പിക്കും. Anger destroys the economy. രോഷം സമ്പദ് വ്യവസ്ഥയെ നശിപ്പിക്കും. And this is the difference between the ideology of the Congress party and the ideology of the left and the BJP. ഇതാണ് കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രത്തെയും ഇടതുപക്ഷത്തിന്റെയും ബിജെപിയുടെയും പ്രത്യയശാസ്ത്രത്തെയും തമ്മിൽ വ്യത്യസ്തമാക്കുന്നത്. We do not hate anybody. നമുക്ക് മറ്റുള്ളവരെ വെറുക്കാൻ സാധിക്കില്ല. We do not kill anybody. നമുക്ക് മറ്റുള്ളവരെ കൊല്ലാൻ സാധിക്കില്ല. We do not beat anybody. നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ വെറുക്കാൻ നമ്മൾ ആഗ്രഹിക്കില്ല. Non-violence is our creed. അക്രമരാഹിത്യമാണ് നമ്മുടെ ഊർജവും നമ്മുടെ അന്തസ്സത്വവും. Compassion is our creed. Without this we are nothing. അനുകമ്പയാണ് നമ്മുടെ മതം, നമ്മുടെ ചിന്ത. And these ideologies that are spreading hatred, spreading anger, spreading division are destroying what is great about India. മറ്റ് പ്രത്യയശാസ്ത്രങ്ങൾ, വെറുപ്പും രോഷവും പടർത്തുന്ന ഈ പ്രത്യയശാസ്ത്രങ്ങൾ ഇന്ത്യയുടെ മഹത്വത്തെ നശിപ്പിക്കുന്നു. I want to ask all the youngsters in Kerala, why does Kerala not have a job? Have jobs. എനിക്ക് കേരളത്തിലെ ചെറുപ്പക്കാരോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, എന്തുകൊണ്ടാണ് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കാത്തത്? Why is it that after years and years and years of hard work studying, you cannot get a job? എന്തുകൊണ്ടാണ് അനേക വർഷം നിൽക്കുന്ന കഠിനാധ്വാനത്തിന് ശേഷവും നിങ്ങൾക്ക് ഒരു തൊഴിൽ ലഭിക്കാത്തതിന്റെ കാരണം എന്താണ്? There's clearly nothing wrong with you. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല. You're dynamic, you're intelligent. നിങ്ങൾ ഊർജ്ജസ്വലരാണ്, നിങ്ങൾ അതിബുദ്ധിമാന്മാരാണ്. So why are you not able to get a job? പക്ഷെ എന്നിട്ടും നിങ്ങൾക്ക് തൊഴിൽ ലഭിക്കുന്നില്ല. Our Prime Minister keeps saying, make in India, make in India, make in India. He's been saying it for 6 years. നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ 6 വർഷങ്ങളായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, മേക്ക് ഇൻ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ. And nothing is being made in India. പക്ഷെ ഒന്നും ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്നില്ല. Look at your watch, look at your camera, look at your dark glasses, look at your shoes. It's all made in China. നിങ്ങളുടെ വാച്ചിലേക്കും നിങ്ങളുടെ ക്യാമറയിലേക്കും നിങ്ങളുടെ ബാഗിലേക്കും നോക്കുക, എല്ലാം ചൈനയിൽ നിർമ്മിക്കപ്പെടുന്നതാണ്. In fact, maybe if you look at the pen the Prime Minister uses, that might have made in China written on it. യഥാർത്ഥത്തിൽ നിങ്ങളുടെ പേന പോലും നിർമ്മിക്കപ്പെടുന്നത് ചൈനയിലാണ്. Certainly the shoes he wears will have made in China written on it. അദ്ദേഹം നരേന്ദ്രമോദി ധരിക്കുന്ന പേനയും നരേന്ദ്രമോദി ധരിക്കുന്ന ഷൂവും നിർമ്മിക്കപ്പെടുന്നത് ചൈനയിലാണ്. Same with the Chief Minister of Kerala. Why forget Mr. Narendra Modi? My shoes were probably Chinese. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാര്യവും ഇത് തന്നെ, എന്റെ ഷൂവിന്റെ കാര്യവും ഇത് തന്നെയാണ്. So how do we expect this country to progress? ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ രാഷ്ട്രം പുരോഗമിക്കും എന്ന് നമുക്ക് എങ്ങനെ പ്രതീക്ഷിക്കാൻ സാധിക്കും? It's a very simple thing. We've done it many times in the UPA and in the Congress. കോൺഗ്രസ് പാർട്ടിയുടെ ഭരണകാലഘട്ടത്തിൽ There are two things you need to grow an economy.
കോൺഗ്രസ് പാർട്ടിയുടെ ഭരണകാലത്തിൽ UPA-യുടെ ഭരണത്തിൽ നമുക്ക് നിരവധി ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിരുന്നു. The first is harmony. നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ് ഭരണകാലത്തിൽ സമാധാനം ഉണ്ടായിരുന്നു. And the second is you need to put money into poor people's hands. രണ്ടാമത്തെ ഏറ്റവും മഹത്തായ കാര്യം ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ കയ്യിലേക്ക് പണം എത്തിച്ചു എന്നുള്ളതാണ്. And the process is very, very simple. ഈ പ്രക്രിയ വളരെ നിസ്സാരമാണ്. You put money into people's hands. People will go and buy things. When people buy things, people will need to make things. When people make things, factories will look for people who need to do the making, and the economy will start. നിങ്ങൾ ജനങ്ങളുടെ കയ്യിലേക്ക് പണം കൊടുക്കുക. പണം കൊടുത്താൽ അവർ ഉൽപ്പന്നങ്ങൾ വാങ്ങും. ഉൽപ്പന്നങ്ങൾ വാങ്ങിയാൽ ആ ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ടാകും. ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ഫാക്ടറികൾ ഉണ്ടാകും, സ്ഥാപനങ്ങൾ ഉണ്ടാകും, തൊഴിലുണ്ടാകും. ഇതാണ് അതിന്റെ അടിസ്ഥാന ശാസ്ത്രം. We did it with Manrega. All our friends in the press said Manrega is a waste of money. UPA സർക്കാർ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് ഒരു പണത്തിന്റെ ദുർവ്യയമാണ്, ധൂർത്തമാണ്. And then afterwards the economists came. I had a meeting with world economists who then came and told me, you know what, Manrega has made the Indian rural economy grow. ഇതിനുശേഷം നരേഗ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയതിനു ശേഷം അന്താരാഷ്ട്ര പ്രശസ്തരായ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുമായി എനിക്ക് കൂടിക്കാഴ്ചകളുണ്ടായി. അവിടെ വെച്ച് മനസ്സിലാക്കാൻ സാധിച്ചത്, അവർ പറഞ്ഞത് നരേഗ എങ്ങനെയാണ് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തിന് ഉത്തേജനം ഉണ്ടാക്കിയത് എന്നാണ്. Manrega put money into the Indian village. നരേഗ തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക് പണം എത്തിച്ചു. 9% economic growth, second fastest in the world. 9% സാമ്പത്തിക വളർച്ച, ലോകത്തെ രണ്ടാമത് വളരുന്ന ഏറ്റവും വലിയ സാമ്പത്തിക രംഗം. Same with right to food. അതുപോലെയാണ് ഭക്ഷ്യസുരക്ഷയിൽ രാജ്യത്തിന് ചെയ്ത സേവനം സമാനമായ രീതിയിൽ മഹത്തരമാണ്. Same with farm waiver. അതുപോലെയാണ് കർഷകരുടെ കടമിടൽ. You put money into people's hands, they will spend it. They will buy things, factories will have to produce it. ജനങ്ങളുടെ കയ്യിലേക്ക് പണം കൊടുത്താൽ അവർ സാധനങ്ങൾ വാങ്ങും, അത് ഫാക്ടറികളുടെ സൃഷ്ടിയിലേക്ക് നയിക്കും. And we've told the Prime Minister, the BJP and the CP and the left front, please put money into people's hands. നമ്മൾ കേന്ദ്രം ഭരിക്കുന്ന BJP-യോടും സംസ്ഥാനം ഭരിക്കുന്ന ഇടത് സർക്കാരിനോട് പറയുന്നു, ദയവായി ജനങ്ങളുടെ കയ്യിലേക്ക് പണം കൊടുക്കുക. Demonetization, you took money away from them. GST, you took money away from them. Corona took money away from them. Please put money in people's hands. നോട്ട് പിൻവലിക്കൽ ജനങ്ങളുടെ കയ്യിൽ നിന്നും പണം തിരിച്ചെടുത്തു. GST ജനങ്ങളുടെ കയ്യിൽ നിന്നും പണം തിരിച്ചെടുത്തു. കൊറോണയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ജനങ്ങളുടെ കയ്യിൽ നിന്നും പണം തിരിച്ചെടുത്തു. It's like a car. If the car has no fuel, the engine will not start. ഇതൊരു കാറ് പോലെയാണ്. കാറിന് ഇന്ധനമില്ല എന്നുണ്ടെങ്കിൽ കാറിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. The chief minister sitting in a car, he keeps turning the key. There's no fuel in the car, the engine doesn't start. Then he feels confused. കേരളത്തിന്റെ മുഖ്യമന്ത്രി കാറിൽ ഇരിക്കുന്നു, കാറിന്റെ കീ തിരിച്ചുകൊണ്ടേയിരിക്കുന്നു, പക്ഷെ കാർ നീങ്ങുന്നില്ല, കാരണം കാറിൽ ഇന്ധനമില്ല. So it's a simple thing. Now you can ask me, what is the Congress, what is the UDF going to do? അത് ഒരു സാധാരണ കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കും, എന്താണ് കോൺഗ്രസ് ചെയ്യാൻ പോകുന്നത്, എന്താണ് കോൺഗ്രസ് ഭാവി UDF ഭാവി ചെയ്യാൻ പോകുന്നത്? So I will tell you 3 or 4 things that we are going to do immediately when we come to power. നമ്മൾ അധികാരത്തിലെത്തുന്ന നിമിഷങ്ങളിൽ ആദ്യ തലത്തിൽ തന്നെ ചെയ്യാൻ പോകുന്ന 3-4 കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കും. We'll start on the first day. ആദ്യ ദിവസം മുതൽ ആരംഭിക്കുന്നു. The first thing we will do is Nyaya Yojana, 6,000 rupees a month into everyone's bank account. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ആദ്യ ദിവസം തന്നെ ചെയ്യുന്നത് ന്യായ് പദ്ധതിയിലൂടെ നമ്മുടെ വീട്ടമ്മമാരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 6,000 രൂപ എത്തിക്കുന്ന ന്യായ് പദ്ധതിയായിരിക്കും നടപ്പിലാക്കാൻ പോകുന്നത്. 12 times a year, 6,000 rupees, 72,000 rupees in every household. പ്രതിമാസം 6,000 രൂപ വെച്ച് 12 മാസത്തിൽ 72,000 രൂപയാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരാൻ പോകുന്നത്. Raise the welfare pension to 3,000 rupees. ക്ഷേമ പെൻഷനുകൾ 3,000 രൂപയായി ഉയർത്തും. Right to income of 2,000 rupees a month for everybody between 40 and 60. 40-60 വയസ്സിനിടയിൽ പ്രായമുള്ള മുഴുവൻ ആളുകൾക്കും വീട്ടമ്മമാർക്ക് 2,000 രൂപ ഒരു അവകാശമാക്കി മാറ്റും. And we will ensure minimum support price for rubber, coconut and paddy. നെല്ലിനും തേങ്ങയ്ക്കും റബ്ബറിനും താങ്ങുവില ഉറപ്പുവരുത്തും. Now the thing is, you're clapping as if we are doing a favor for you.
നിങ്ങൾ ഒരിക്കലും ചിന്തിക്കേണ്ട ഇത് നിങ്ങൾക്ക് ഇതൊരു സൗജന്യമാണ് നിങ്ങൾ ചിന്തിക്കേണ്ട. That we are doing some charity work. ഇതൊരിക്കലും ഒരു ഔദാര്യമല്ല. We are not doing any charity work. നമ്മൾ ഒരിക്കലും ഒരു ഔദാര്യ പ്രവർത്തനമല്ല നടത്തുന്നത്. Because we know that the moment we put money in your hands, you will spend that money and jumpstart the economy of Kerala. നമുക്ക് നന്നായി തിരിച്ചറിയാം നിങ്ങളുടെ കയ്യിലേക്ക് നൽകുന്ന ഈ പണം നിങ്ങളുടെ ചിലവാക്കും അത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് തിരികെ വരും. അതുകൊണ്ട് അതൊരു ഔദാര്യമേ അല്ല. We understand how economics works. നമുക്കറിയാം എങ്ങനെയാണ് സാമ്പത്തിക രംഗം പ്രവർത്തിക്കുന്നത് എന്ന നല്ല തിരിച്ചറിവ് കോൺഗ്രസിനുണ്ട്. So we are investing in the people of Kerala. അതുകൊണ്ട് നമ്മൾ കേരളത്തിലെ ജനങ്ങളിൽ നിക്ഷേപിക്കുകയാണ്. We believe in you and we trust you. നിങ്ങളുടെ ആത്മവിശ്വാസത്തിൽ നിങ്ങളുടെ കഴിവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. And we know that you are the only way to start the economy and get jobs into the system. ഇതാണ് സാമ്പത്തിക രംഗത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും തൊഴിൽ ഉറപ്പുവരുത്തുവാനുള്ള ഒരേ ഒരു മാർഗം ഇതാണ്. UDF will come. We do not believe in hatred, in anger. We will carry everybody. നമ്മളെല്ലാവരും നമ്മൾ അധികാരത്തിലെത്തിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ജനങ്ങളെ വെറുക്കില്ല, നമ്മൾ ഒരിക്കലും ജനങ്ങളെ വിഭജിക്കില്ല, നമ്മൾ ഏവരെയും ഒരുമിച്ച് നിർത്തും. We will not work for our own private organization. നമ്മുടെ വ്യക്തിപരമായ നമ്മുടെ സംഘടനയുടെ മാത്രം നേട്ടത്തിന് വേണ്ടി നമ്മൾ ഒരിക്കലും പ്രവർത്തിക്കില്ല. You will not see students lying down in front of the assembly pretending they're dead. അവരുടെ നമ്മൾ ഒരിക്കലും കാണില്ല കുട്ടികൾ നിയമസഭാ മന്ദിരത്തിന് മുമ്പിൽ അവരുടെ ഊഴം കാത്ത് അവർക്ക് അവസരം നിഷേധിക്കപ്പെട്ട് നിൽക്കുന്നത് നമ്മൾ ഒരിക്കലും കാണില്ല. Students will not say the job that should have come to me has gone to a worker of the left front. കുട്ടികൾക്കൊരിക്കലും UDFന്റെ ഭരണകാലത്തിൽ തൊഴിൽ നിഷേധിച്ചു എന്നതിന്റെ പേരിൽ കുട്ടികൾക്കൊരിക്കലും നിയമസഭയ്ക്ക് മുമ്പിൽ സമരം ചെയ്യേണ്ടി വരില്ല. I want to ask you, the youth of Kerala are lying in front of the assembly. എന്തുകൊണ്ട് എനിക്ക് ചോദിക്കാനുണ്ട്, എന്തുകൊണ്ടാണ് കേരളത്തിലെ യുവാക്കൾക്ക് കേരളത്തിന്റെ നിയമസഭയ്ക്ക് മുമ്പിൽ ഇഴയേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഭരണസിരാ കേന്ദ്രത്തിന് മുമ്പിൽ ഇഴയേണ്ടി വന്നത്? എന്തുകൊണ്ടാണ്? They have no future. കാരണം അവർക്ക് ഭാവിയില്ല. They are lying in front of the chief minister's office. അവർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുമ്പിൽ നിലത്തിരയുന്ന കാഴ്ച നമുക്ക്. They are driving past every day in front of them. They are on hunger strike. Every day they go past them in their cars. അവരുടെ വാഹനങ്ങളിൽ ഈ ഭരണാധികാരികൾ ഈ കുട്ടികളുടെ മുമ്പിലൂടെ കടന്നുപോയി തിരിഞ്ഞു പോലും നോക്കാതെ. Why did the chief minister not speak to those people? എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ കുട്ടികളോട് സംസാരിക്കാൻ വിമുഖത കാണിച്ചത്? Are they not from Kerala? അവർ മലയാളികളല്ലേ, കേരളീയരല്ലേ? Are they not our brothers and sisters? അവർ നമ്മുടെ സഹോദരി സഹോദരന്മാരല്ലേ? Does the chief minister not have a responsibility just to say, go and say hello and say I will look into your problem? കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമില്ലേ അവരോടൊന്ന് സംസാരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞാൻ പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയാനുള്ള ഉത്തരവാദിത്വം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കില്ലേ? Why didn't he go? എന്തുകൊണ്ടാണ് അദ്ദേഹം പോകാതിരുന്നത്? Because he is scared to face them. പോകാതിരുന്നതിന്റെ കാരണം അദ്ദേഹത്തിന് അവരെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. Because he knows that it is his government that has taken jobs from them and given it to people of his own organization. Maybe he gave the order. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ ചെറുപ്പക്കാരുടെ തൊഴിൽ തട്ടിയെടുത്ത് സ്വന്തം പാർട്ടിക്കാർക്ക് കൊടുത്തത് താനാണ് അല്ലെങ്കിൽ തന്റെ പാർട്ടിയാണ് തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. Meanwhile, youngsters in Kerala have no future. അതേസമയം കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഭാവിയുണ്ട്. Fishermen go out every day to sea. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ എല്ലാ ദിവസവും കടലിലേക്ക് പോകുന്നു. They take huge risks. അവർ ജീവിതത്തിൽ വലിയ ഉത്തരവാദിത്തങ്ങളാണ് അവർ ഏറ്റെടുക്കുന്നത്. Often they catch nothing. പലപ്പോഴും അവർക്കൊന്നും ലഭിക്കാറില്ല. They come back empty-handed. അവർ ശൂന്യമായ കരങ്ങളോടെയാണ് പലപ്പോഴും മടങ്ങി വരുന്നത്. And quietly behind the back, the chief minister and the left front conspires with a foreign company to take away what little they get. മത്സ്യത്തൊഴിലാളികൾ ശൂന്യമായ കരങ്ങളുമായി മടങ്ങി വരുമ്പോൾ പിൻവാതിലിൽ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും വിദേശ കമ്പനികളുമായി ഗൂഢമായി കരാറുപ്പെടുന്നു. See, if they had taken it and said, okay, we are taking it from you, that's fine. But why secretly? Why quietly? ഇതവർ പരസ്യമായി ചെയ്താൽ ഞങ്ങൾ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു, ഇത്തരം കരാർ ഒപ്പിടുന്നത് പരസ്യമായി ചെയ്താൽ മനസ്സിലാക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് രഹസ്യമായി ഇത് ചെയ്യുന്നത്? It means your intention is wrong.
അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ കാരണം അവരുടെ ഉദ്ദേശ ലക്ഷ്യത്തിൽ അത് തെറ്റുണ്ട്, അതുകൊണ്ടാണ് അവർ ഇത്തരം കാര്യങ്ങൾ രഹസ്യമായി ചെയ്യുന്നത്. And then imagine what happens after that. നമ്മൾ ചിന്തിച്ചു നോക്കാം ഇത് കഴിഞ്ഞ് എന്താണ് സംഭവിക്കുന്നത്. Like a thief comes into a house, maybe comes into your house and steals your television. You catch him. And then the thief says, okay, I'll return you the television. ഇത് കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കാം, ഉദാഹരണത്തിന് ഒരു കള്ളൻ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരും, അവിടുത്തെ ടെലിവിഷൻ സെറ്റ് എടുത്തുകൊണ്ട് പോകും. നമ്മൾ ആ കള്ളനെ പിടിച്ചു കഴിയുമ്പോൾ കള്ളൻ പറയും, ശരി കുഴപ്പമൊന്നുമില്ല, ഞാൻ ഈ ടെലിവിഷൻ അങ്ങ് തിരിച്ചു തന്നേക്കാം എന്ന് പറയുന്നത് പോലെയാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രി. So first they try to steal, when they get caught they say sorry, you can have it back. ഈ കള്ളൻ പിടിയിലാകപ്പെട്ട ഒരു കള്ളൻ സോറി പറഞ്ഞുകൊണ്ട് തിരികെ തരുന്നത് പോലെയാണ് ഈ കരാറിന്റെ കാര്യത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രവർത്തിച്ചത്. God knows what all they've taken already, that the people of Kerala don't even know about. കേരളത്തിലെ ഒരു മനുഷ്യരും ഇവരത് തട്ടിയെടുത്തപ്പോൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. So that is the situation, and that is the situation I hope the young candidate or the young MLA is going to help resolve. ഈ സാഹചര്യത്തിലാണ് നമ്മുടെ ഇവിടുത്തെ ചെറുപ്പക്കാരിയായ സ്ഥാനാർത്ഥി, അതല്ല MLA, കാര്യങ്ങൾ ചെയ്യാൻ തെരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യം. And look, I'm saying the young MLA, but 55% of our candidates are like this. 55% നമ്മുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിലെ 55% സ്ഥാനാർത്ഥികളും ഇതേ തരത്തിലുള്ളവരാണ്. A completely revolutionary decision as far as tickets are concerned. സമ്പൂർണമായ വിപ്ലവകരമായ ഒരു തീരുമാനമാണ് ഇത്തവണത്തെ സ്ഥാനാർത്ഥി, which is going to change the nature of politics in Kerala, going to change the nature of lawmaking in Kerala. It's going to change the future of this state. കേരളത്തിന്റെ രാഷ്ട്രീയത്തെയും കേരളത്തിന്റെ നിയമനിർമ്മാണത്തിന്റെ ഭാവിയെ മാറ്റിമറിക്കാൻ പോകുന്ന, കേരളത്തെ സമഗ്രമായി മാറ്റിമറിക്കാൻ പോകുന്ന നിർണായകമായ തീരുമാനമാണ് ഈ സ്ഥാനാർത്ഥിയുടെ നേതൃത്വം. So don't underestimate what has been done. അതുകൊണ്ട് ഈ ഒരു തീരുമാനത്തെ ഒരിക്കലും വില കുറച്ച് കാണരുത്. Now there are millions of Congress workers and leaders who are fighting this election. ദശലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കന്മാരുമാണ് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. And I know that you are giving everything for this fight. എനിക്കറിയാം നിങ്ങൾ നിങ്ങളുടെ സർവസ്വവും നൽകിക്കൊണ്ടാണ് ഈ പോരാട്ടത്തിൽ പങ്കാളികളാകുന്നത്. You do not have the financial resources that the BJP and the left front have. ബിജെപിക്കും CPM-നും ഉള്ളതുപോലെയുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ നിങ്ങൾക്കില്ല. They have unlimited resources. അവർക്ക് അനിയന്ത്രിതമായ പണത്തിന്റെ പ്രവാഹമുണ്ട്. The proceeds of corruption, so to speak. അഴിമതിയിലൂടെ സൃഷ്ടിക്കപ്പെട്ട പണം, അതിന്റെ ഉൽപ്പന്നം, അഴിമതിയുടെ ഉൽപ്പന്നമാണ് അവരുടെ പണം. But you have the truth and the sentiments of the people of Kerala with you. നിങ്ങൾക്ക് പണമില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങളുടെ സത്യവും സഹാനുഭൂതിയും നിങ്ങളോടൊപ്പമാണ്. That is more than any amount of money. പണത്തിന്റെ എന്ത് വലിപ്പത്തെക്കാളും ഏത് കൂന പണത്തെക്കാളും വലുത് അതാണ്. That is the spirit of this state. അതാണ് ഈ സംസ്ഥാനത്തിന്റെ ആത്മാവ്. And I'm confident that you're going to not just win this election, that you're going to win this election hands down. നിങ്ങൾ കേവലം ജയമല്ല ഈ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്നത്, നിങ്ങൾ നേരിടാൻ പോകുന്ന അത്യുജ്വലമായ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്നത്. And don't get confused. Don't get confused. Don't get demoralized just because these people are playing their tricks. ഈ ഇവരുടെ കളികളിൽപ്പെട്ട് നിങ്ങൾക്ക് ആത്മവിശ്വാസക്കുറവുണ്ടാകരുത്. നിങ്ങൾ ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല. You have a mission and you're going to complete the mission. നിങ്ങൾ ഒരു വലിയ ദൗത്യത്തിലാണ്, നിങ്ങൾ ആ ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കാൻ. I have no doubt in my mind. എനിക്ക് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. So I'd like to thank all of you for coming here this evening. ഈ സായാഹ്നത്തിൽ ഇവിടെ കടന്നു വന്നതിന് ഞാൻ ഏവരോടും നന്ദി പ്രകടിപ്പിക്കുന്നു. And it is important that you understand who you are. ഏറ്റവും പ്രധാനം നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. So I'm going to explain who you are to the Congress workers and Congress followers. കോൺഗ്രസിന്റെ പ്രവർത്തകരോടും അനുഭാവികളോടും നിങ്ങൾ ആരാണ് എന്ന് ഞാൻ ഇവിടെ വിശദീകരിച്ചു. You are the glue that holds this nation together. നിങ്ങളാണ് ഈ രാജ്യത്തെ ഒരുമിപ്പിച്ച് നിർത്തുന്ന പശ. ഈ രാജ്യത്തെ ഒരുമിപ്പിച്ച് നിർത്തുന്ന, ഒട്ടിച്ചേർക്കുന്ന പശയാണ് നിങ്ങൾ. You are the glue that holds
all our languages, all our religions, all our sentiments, all our communities together. നമ്മുടെ രാജ്യത്തിന്റെ സമസ്ത ഭാഷകളെയും ജാതികളെയും സമൂഹങ്ങളെയും ഒരുമിപ്പിച്ച് നിർത്തുന്ന പശയാണ് നിങ്ങൾ ഓരോരുത്തരും നമ്മൾ കോൺഗ്രസ് പ്രവർത്തകർ. And you are fighting the forces that try to bring apart these communities, these languages, these histories. നമ്മുടെ സമൂഹത്തെയും ജനങ്ങളെയും വിഭജിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ പടപൊരുതുന്ന ശക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും. And you are going to win this election without any doubt. ഒരു സംശയവും വേണ്ട, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ പോകുന്നു. And the most important thing you will realize about yourself, unlike the worker of the left or the worker of the RSS, you do not believe in anger and hatred. സിപിഎമ്മിന്റെയും ബിജെപിയുടെയും പ്രവർത്തകരിൽ നിന്നും നിങ്ങൾ വ്യത്യസ്തരാകുന്നത് നിങ്ങൾ ഒരിക്കലും രോഷത്തിലോ വെറുപ്പിലോ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. And you don't believe in it because you're smart enough to understand that it does not work. നിങ്ങൾ എന്തുകൊണ്ട് അത് വിശ്വസിക്കുന്നില്ല എന്നതിന്റെ കാരണം അത് പ്രവർത്തിക്കാൻ പോകുന്നില്ല, അത് ഫലപ്രാപ്തിയിലെത്താൻ പോകുന്നില്ല എന്ന് തിരിച്ചറിയാൻ മാത്രം മിടുക്കരാണ് നിങ്ങൾ എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾ അത് അത്തരത്തിൽ പ്രവർത്തിക്കാറുള്ളത്. And you know that love, affection, compassion and non-violence are much more efficient weapons to fight this war. ഈ യുദ്ധത്തിൽ സ്നേഹവും അക്രമരാഹിത്യവും അനുകമ്പയുമാണ് കൂടുതൽ മികച്ച ആയുധങ്ങളെന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. Thank you very much. നന്ദി.